ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 5ലെ വാങ്ക എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ആദ്യം നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറി റൈറ്ററിനെ പരിചയപ്പെടാം. ആൻറ്റൺ ചെക്കോവാണ് ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. Anton Chekhov, a major Russian playwright, is one of the masters of modern short story. അപ്പം ആൻറ്റൺ ചെക്കോവ് ഒരു റഷ്യൻ പ്ലേ റൈറ്റ് ആണ്. അതേപോലെ തന്നെ മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു മാസ്റ്ററാണ് അദ്ദേഹം. His works explore the entire range of human spirit. They provoke the readers to ask questions. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് റീഡേഴ്സിനെ, അത് വായിക്കുന്ന റീഡേഴ്സിനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അദ്ദേഹത്തോട് ഉന്നയിക്കാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിൻ്റേത്. Moreover, he is an outstanding representative of the late 19th century Russian realist school. അതുകൂടാതെ തന്നെ അദ്ദേഹം ലേറ്റ് 19th സെഞ്ച്വറി റഷ്യൻ റിയലിസ്റ്റ് സ്കൂളിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൂടിയാണ്. His famous works include Three Sisters, The Cherry Orchard and The Lady with the Dog. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു വർക്ക്, ചെറി ഓർച്ചർഡ്, അതുപോലെ ദ ലേഡി വിത്ത് ദ ഡോഗ്. ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സുകൾ. All children have rights, no matter who they are, where they live, what their parents do, what language they speak, what their religion is, whether they are boys or girls, what their culture is, whether they have disability, whether they are rich or poor, but a majority of them are denied their rights in many ways. അപ്പോൾ സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഓൾ ചിൽഡ്രൻസ് ഹാവ് റൈറ്റ്, എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളുണ്ട്. നോ മാറ്റർ ഹൂ ദേ ആർ, അവരാരൊക്കെയാണെന്ന് ഇരിക്കട്ടെ. വെയർ ദേ ലീവ്, എവിടെയാണ് ജീവിക്കുന്നതെന്ന് മാറ്ററല്ല. വാട്ട് ദെയർ പേരൻസ് ഡു, അവരുടെ പേരൻസ് എന്താണോ ചെയ്യുന്നത്. വാട്ട് ലാംഗ്വേജ് ദേ സ്പീക്ക്, അവരേത് ഭാഷയാണോ സംസാരിക്കുന്നത്. വാട്ട് ദെയർ റിലീജിയൻ ഈസ്, അവരുടെ മതം ഏതാണോ. വെദർ ദേ ആർ ബോയ്സ് ഓർ ഗേൾസ്, അവർ ബോയ്സ് ആണോ ഗേൾസ് ആണോ. വാട്ട് ദെയർ കൾച്ചർ ഈസ്, അവരുടെ സംസ്കാരം എന്താണോ. വെദർ ദേ ഹാവ് ഡിസബിലിറ്റി, അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ. വെദർ ദേ ആർ റിച്ച് ഓർ പുവർ, അവർ പാവപ്പെട്ടവരാണോ പണക്കാരാണോ, ഇതൊന്നും പരിഗണിക്കാതെ തന്നെ എല്ലാ കുട്ടികൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ബട്ട് എ മജോറിറ്റി ഓഫ് ദെം ആർ ഡിനൈഡ് ദെയർ റൈറ്റ്സ് ഇൻ മെനി വേയ്സ്, പക്ഷേ അവരിൽ മജോറിറ്റി ആയിട്ടുള്ള ഭൂരിഭാഗം കുട്ടികൾക്കും എന്താണ്, അവരുടെ റൈറ്റ്സ് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, നിരസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Here is the story of a boy who faced a lot of difficulties and was forced to leave his grandfather to work as an apprentice to a shoemaker in Moscow. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഈ സ്റ്റോറിയിൽ ഒരു ബോയ് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ കുട്ടിക്ക് അവൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഉപേക്ഷിച്ച് ഒരു ഷൂ മേക്കറിൻ്റെ അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ്. 9-year-old Vanka Sukov, who has been apprenticed 3 months ago to Alyakin, the shoemaker, did not go to bed on Christmas Eve. അപ്പോൾ നമ്മളുടെ സ്റ്റോറിയുടെ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വാങ്ക സുക്കോവ് ആണ്. അവൻ ഒരു 9-year-old ആയിട്ടുള്ള ഒരു ബോയ് ആണ്. 9 വയസ്സ് പ്രായമുള്ളവനാണ് വാങ്ക സുക്കോവ്. അവൻ അലിയാക്കിൻ എന്ന ഷൂ മേക്കറുടെ കീഴിൽ വർക്ക് ചെയ്തു വരുന്ന ഒരു അപ്രൻറ്റീസാണ്. ഹി ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്, ക്രിസ്മസ് രാത്രിയിൽ അവന് ഉറങ്ങാൻ പോയില്ല. He waited till his master and mistress and senior apprentices had gone to church, and then took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper, and was all ready to write. അപ്പോൾ ക്രിസ്മസ് രാത്രിയിൽ അവൻ ഉറങ്ങാതിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഹി വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ആൻഡ് സീനിയർ അപ്രൻറ്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. അപ്പം അവൻ്റെ മാസ്റ്ററായിട്ടുള്ള അലിയാക്കിനും
അതേപോലെ അവൻ്റെ മിസ്ട്രസ് അലിയാക്കിൻ്റെ വൈഫ്, അതേപോലെ തന്നെ അവനെ കഴിഞ്ഞും സീനിയർ ആയിട്ടുള്ള അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അപ്രൻറ്റീസുകൾ എല്ലാവരും ചർച്ചിൽ പോകുന്നതുവരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടോ ആൻഡ് ദെൻ ടുക്ക് ഫ്രം ദ കബോർഡ് എ ബോട്ടിൽ ഓഫ് ഇങ്ക് ആൻഡ് എ പെൻ വിത്ത് എ റസ്റ്റി നിബ്. അവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം കബോർഡിൽ നിന്നും അവൻ ഒരു കുപ്പി ഇങ്ക്, ഒരു കുപ്പി മഷിയും അതേപോലെ ഒരു പേനയും, അതായത് തുരുമ്പ് പിടിച്ച നിബുള്ള, അപ്പോൾ റസ്റ്റി ആയിട്ടുള്ള നിബുള്ള ഒരു പേനയും എടുത്തു. എന്നിട്ട് സ്പ്രെഡ് ഔട്ട് എ ക്രംപിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ, എന്നിട്ട് അവിടെ ചുരുണ്ട് കിടന്നിരുന്ന ക്രംപിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുണ്ടിരുന്ന പേപ്പറൊക്കെ വലിച്ചു നൂർത്തിയെടുത്തു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്, എന്നിട്ട് എഴുതാൻ തയ്യാറായിട്ടിരുന്നു. Before tracing the first letter, he glanced several times anxiously at the door and window, peered at the dark icon. അപ്പോൾ എന്നിട്ട് അതിനുശേഷം പേപ്പറൊക്കെ നിവർത്തി വെച്ച് അവൻ എഴുതാൻ റെഡി ആയിട്ടിരുന്നു. അതിനുശേഷം അവൻ എഴുതുന്നതിന് മുൻപ് തന്നെ, ബിഫോർ ട്രേസിങ് ദ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ അക്ഷരം എഴുതുന്നതിന് മുൻപ് തന്നെ, ഹി ഗ്ലാൻസ്ഡ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോ. അവൻ പലതവണ ഡോറിലേക്കും അതേപോലെ വിൻഡോയിലേക്കുമൊക്കെ വളരെ ആങ്സൈറ്റിയോടുകൂടി, വളരെ ആങ്സൈറ്റിയോട് കൂടി തന്നെ നോക്കി. ആരെങ്കിലും വരുന്നുണ്ടോ, അവൻ്റെ മാസ്റ്ററും മിസ്ട്രസും എല്ലാവരും ചർച്ചിലേക്ക് പോയി കഴിഞ്ഞു, ആരെങ്കിലും അവൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കാണുന്നുണ്ടോ എന്നവൻ നോക്കി. പിയേർഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ, എന്നിട്ട് അതേപോലെ തന്നെ അവിടെ ഡാർക്ക് ഐക്കൺ എന്ന് പറഞ്ഞാൽ അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഡാർക്ക് ഐക്കണിലേക്കും ആ പെയിൻറ്റിങ്ങിലേക്കൊക്കെ അവൻ തുറച്ചു നോക്കി. with shelves holding cobbler's laster stretching on either side of it and gave a quivering sigh. എന്നിട്ട് അവന് ഐക്കണിലേക്ക് തുറച്ചു നോക്കി. അതിനുശേഷം വിത്ത് ഷെൽഫ്സ് ഹോൾഡിങ് കോബ്ലേഴ്സ് ലാസ്റ്റസ്, കോബ്ലർ എന്ന് വെച്ചാൽ ചെരുപ്പ് കുത്തി, അപ്പോൾ ചെരുപ്പ് കുത്തിയുടെ ലാസ്റ്റസ്, അപ്പോൾ ചെരുപ്പ് കുത്താൻ ഉപയോഗിക്കുന്ന ഷൂ ലാസ്റ്റസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ആ ഷെൽഫിലൊക്കെ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗേവ് എ ക്യൂവറിങ് സൈ, അപ്പോൾ അതിലേക്കൊക്കെ നോക്കിയിട്ട് അവൻ ഒരു ദീർഘനിശ്വാസം ഇട്ടു. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച് ആൻഡ് വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്. എന്നിട്ട് അവന് എന്ത് ചെയ്തത്, പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്, അവൻ ആ ക്രംപിൾഡ് ഷീറ്റ് ഓഫ് പേപ്പറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ആ ചുരുണ്ടിരുന്ന പേപ്പറൊക്കെ നിവർത്തി ആ ബെഞ്ചിലേക്ക് വെച്ചിട്ട് ഹി നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്, എന്നിട്ട് അവൻ ആ ബെഞ്ചിന് സമീപത്തായിട്ട് നിലത്ത് കാൽമുട്ടുകൾ കുത്തി എഴുതാൻ തയ്യാറായിട്ട് നിന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച് ഹി റോട്ട്, എന്നിട്ട് അവൻ എഴുതി തുടങ്ങി. എന്താണ് ആദ്യമായിട്ട് എഴുതുന്നത്, ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച്, പ്രിയപ്പെട്ട ഗ്രാൻഡ് ഫാദറായിട്ടുള്ള കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച്. നമ്മൾ അദ്ദേഹത്തിന് വാങ്കയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച്. ഹി റോട്ട്, അവൻ എഴുതി. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു, ഞാൻ നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്. എന്നിട്ട് അവൻ എഴുതി, ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്, അതേപോലെ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അദ്ദേഹം എഴുതി. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. എന്നിട്ട് അവൻ എഴുതുകയാണ്, എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, എനിക്ക് ആകെയുള്ളത് നിങ്ങൾ മാത്രമാണല്ലോ. ഇനി തേർഡ് പാരഗ്രാഫ്. Vanka raised his eyes to the dark window pane in which the reflection of the candle flickered. In his imagination he distinctly saw his granddad Constantine Makarich. എന്നിട്ട് എന്താണ് വാങ്ക ചെയ്തത്, വാങ്ക റൈസ്ഡ് ഹിസ് ഐസ് ടു ദ ഡാർക്ക് വിൻഡോ. അപ്പോൾ ഇവൻ ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം അവൻ ആ രാത്രി സമയമാണ്, അപ്പോൾ ആ ഡാർക്ക് വിൻഡോയിലേക്ക്, അപ്പോൾ ഇരുട്ട് നിറഞ്ഞ ആ ഒരു വിൻഡോയിലേക്ക് അവൻ നോക്കി. വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ക്യാൻഡിൽ ഫ്ലിക്കേർഡ്, അപ്പോൾ ആ വിൻഡോ പെയിനിൽ, ആ ജനൽ പാളികളിൽ അവൻ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയുടെ ആ ഒരു റിഫ്ലക്ഷൻ അവിടെ ഇങ്ങനെ മിന്നിമറയുന്നത് കാണാമായിരുന്നു. ഇൻ ഹിസ് ഇമാജിനേഷൻ ഹി ഡിസ്റ്റിങ്ക്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ്, അതേപോലെ തന്നെ അവൻ എന്നിട്ട് അവൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യുകയാണ്, അവൻ്റെ ഗ്രാൻഡ് ഡാഡിനെ അവൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്തു. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെൻറ്റിൽ ഫോക്ക് കോൾഡ് ഷിവറേവ്. അപ്പം കോൺസ്റ്റാൻറ്റിൻ മക്കാരിച്ച് ആണ് വാങ്കയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെൻറ്റിൽ ഫോക്ക് കോൾഡ് ഷിവറേവ്. അപ്പം ഷിവറേവ് എന്ന് പറയുന്ന ആളുടെ
എസ്റ്റേറ്റിലെ ഒരു നൈറ്റ് വാച്ച്മാനായിട്ട് ജോലി ചെയ്യുകയാണ് വാങ്കയുടെ ഗ്രാൻഡ് ഡാഡ് ആയിട്ടുള്ള കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്. ഹി വാസ് സ്മോൾ ലീൻ ഓൾഡ് മാൻ അബൌട്ട് 65 ബട്ട് റിമാർക്കബിളി ലൈവ്ലി ആൻഡ് അജൈൽ വിത്ത് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് ഐസ് ബ്ലിയർലി വിത്ത് ഡ്രിങ്ക്. അപ്പം ആ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റാൻറ്റിൻ മക്കാരിച്ചിൻ്റെ രൂപത്തെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് സ്മോൾ ലീൻ ആൻഡ് ഓൾഡ് മാൻ അബൌട്ട് 65, ഏകദേശം 65 വയസ്സ് പ്രായം വരുന്ന വളരെ സ്മോൾ ആയിട്ടുള്ള വളരെ മെലിഞ്ഞ ഒരു പ്രായമായ ഒരു വ്യക്തിയാണ് കോൺസ്റ്റാൻറ്റിൻ മക്കാരിച്ച്. ബട്ട് റിമാർക്കബിളി ലൈവ്ലി ആൻഡ് അജയിൽ. പക്ഷേ 65 വയസ്സ് പ്രായമുണ്ടെങ്കിലും എന്താണ്, വളരെ ലൈവ്ലിയും അജയിലുമായിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ വളരെ ചുറുചുറുക്കുള്ളതും വളരെ ചൈതന്യമുള്ള ഒരാളാണ് കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്. വിത്ത് എ സ്മൈലിംഗ് ഫേസ് ആൻഡ് ഐസ് ബ്ലെയർലി വിത്ത് ഡ്രിങ്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണുള്ളത്, ചിരിക്കുന്ന മുഖമാണുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും വളരെ, അദ്ദേഹം ഒരു എന്താണ് ഡ്രിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഡ്രങ്കാർഡാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ബ്ലെയർലി ആയിട്ട് വളരെ മങ്ങിയതായിട്ടിരിക്കും. In the daytime, he either slept at the kitchen or sat joking with the cook and kitchen maids. അപ്പം രാത്രിയിൽ അദ്ദേഹം എന്താണ് വാച്ച്മാൻ ആയിട്ടുള്ള ജോലി ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഡേ ടൈം ഹി ഐദർ സ്ലെപ്റ്റ് അറ്റ് ദ കിച്ചൺ. ഒന്നെങ്കിൽ ഡേ ടൈമിൽ അദ്ദേഹം ആ കിച്ചണിൽ പോയി കിടന്ന് ഉറങ്ങും. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് കിച്ചൺ മെയ്ഡ്സ്. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന, കിച്ചണിൽ ജോലി ചെയ്യുന്ന കുക്കിനോടും അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് കുശലം പറഞ്ഞുകൊണ്ട് ജോക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. ഇൻ ദ നൈറ്റ് ഹി റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്, വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ് സൗണ്ടിങ് ഹിസ് റാറ്റിൽ. രാത്രി സമയങ്ങളിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഷീപ്പ് സ്കിൻ കോട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ആടിൻ്റെ രോമം കൊണ്ടുള്ള ഒരു കോട്ട് അദ്ദേഹത്തിനുണ്ട്. ആ കോട്ട് ധരിച്ചുകൊണ്ട് എന്താണ് വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. ആ കോട്ടും ധരിച്ചുകൊണ്ട് എസ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കും. സൗണ്ടിങ് ഹിസ് റാറ്റിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പം ആ റാറ്റിലും കിലുക്കിക്കൊണ്ട് അദ്ദേഹം ആ എസ്റ്റേറ്റിലൂടെ റൗണ്ട് ചെയ്ത് നടക്കും. 2 dogs, eel and കഷ്ടൻക വുഡ് ഫോളോ ഹിം വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്. അപ്പം അദ്ദേഹത്തിന് ഈ വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 2 ഡോഗ്സും അദ്ദേഹത്തിനുണ്ട്. 2 dogs ഉണ്ട്. അതിൻ്റെ പേരാണ്, ഒരു ഡോഗിൻ്റെ പേര് ഈൽ എന്നും അടുത്ത ഡോഗിൻ്റെ പേര് കഷ്ടൻക എന്നുമാണ്. അവർ രണ്ടുപേരും എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൂപ്പിംഗ് ഹെഡ്സ് എന്ന് വെച്ചാൽ തല കുനിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ റൗണ്ട് ചുറ്റാൻ വേണ്ടിയിട്ടുണ്ടാകും. Eel was named on account of his black coat and long വീസൽ ലൈക്ക് ബോഡി. അപ്പം ഈലിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈൽ വാസ് നെയിംഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട്. അപ്പം ബ്ലാക്ക് കോട്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഡോഗിൻ്റെ രോമത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കറുത്ത നിറമുള്ള കറുപ്പ് രോമങ്ങളുള്ള ഒരു ഡോഗാണ് ഈല്. അതേപോലെ തന്നെ വീസൽ ലൈക്ക് ബോഡിയാണ്. എന്ന് വെച്ചാൽ ഒരു മരപ്പട്ടിയുടേതുപോലെ തോന്നുന്ന ഒരു ബോഡിയാണ് ഈലിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവന് ഈലെന്ന് ആ പേര് ലഭിച്ചത്. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റിംഗ്. അവൻ എന്താണ്, ഈൽ എങ്ങനെയുള്ളതാണ്? ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ എന്ന് വെച്ചാൽ വളരെ എന്താണ്, യജമാനോട് വളരെ സ്നേഹമുള്ള, റെസ്പെക്റ്റുള്ള, അതേപോലെ തന്നെ വളരെ ഇൻസിനുവേറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാത്സല്യമൊക്കെ കിട്ടാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഡോഗാണ്. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് എലൈക്ക്. എന്നിട്ട് പറയുകയാണ്, അവന് ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ പരിചയക്കാരെയും പരിചയമില്ലാത്തവരെ കാണുമ്പോഴും അവൻ്റെ പെരുമാറ്റം ഏകദേശം ഒരേപോലെ ആയിരിക്കും. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. പക്ഷേ ആർക്കും എന്താണ്, അവൻ പാവമാണോ എന്നുള്ള തോന്നലൊന്നും ആരിലും ഉണ്ടാക്കാറില്ല. ഒരു ഡോഗിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയമാണ് ഉണ്ടാകുന്നത്. ആ ഭയം എപ്പോഴും അവൻ എല്ലാവരിലും സൃഷ്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. ഹിസ് ഡിഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി വെർ പ്രീടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി. അതേപോലെ തന്നെ അവൻ്റെ ഈ ഒരു പെരുമാറ്റം എന്താണ്, അവൻ്റെ ആ ഒരു ഒഴിവ് കഴിവ് എല്ലാം എന്താണ്, അവൻ്റെ ഒരു കണ്ണിങ്നെസ്സിനെ, അവൻ്റെ കൗശലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹിസ് ഡിഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി എന്ന് വെച്ചാൽ അനുസരണശീലവും എല്ലാം എന്താണ്, അവൻ്റെ ഒരു കണ്ണിങ്നെസ്സിൻ്റെ അവൻ്റെ ആ ഒരു കൗശലത്തെ മറച്ചു വയ്ക്കുന്ന ഒന്നായിരുന്നു. ഹി വാസ് അഡപ്റ്റ് അറ്റ് സ്റ്റീലിംഗ് അപ് ടു സ്നാപ്പ്
up to snap at a food, creeping into the ice house or snatching a peasant's chicken. അപ്പോൾ എന്താണ് പിന്നെ പറയുന്നത്? ഹി വാസ് അഡപ്റ്റ് എന്ന് വെച്ചാൽ പ്രാപ്തനായിരുന്നു. ഹി വാസ് അഡപ്റ്റ് അറ്റ് സ്റ്റീലിംഗ് അപ്പ് എ സ്നാപ്പ് അറ്റ് എ ഫുഡ്. അതായത് ഒറ്റച്ചാട്ടത്തിന് എന്തിനേയും പിടിച്ചെടുക്കാൻ മാത്രം കഴിവുള്ള പ്രാപ്തനായിട്ടുള്ള ഒരു ഡോഗായിരുന്നു അവൻ. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, അതേപോലെ തന്നെ ഒരു ഐസ് ഹൗസിലേക്ക് ഒളിച്ചു കയറാൻ അവൻ കഴിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓർ സ്നാക്കിംഗ് എ പെസൻസ് ചിക്കൻ, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ ഒരു ചിക്കനെയൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ള, തട്ടിപ്പറിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ഡോഗായിരുന്നു ഈൽ. ഹിസ് ഹിൻഡ് ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രങ് അപ്പ്. എന്നിട്ട് പിന്നെ എന്താണ്? ഹിസ് ഹിൻഡ് ലെഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പിൻകാലുകൾ, ബാക്കിലെ ലെഗിനാണ് ഹിൻഡ് ലെഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹിസ് ഹിൻഡ് ലെഗ്സ് ഹാസ് ബീൻ സ്ലാഷ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ, അവൻ്റെ പിൻകാലുകളുടെ എന്താണ് കീറിയിരുന്നു. സ്ലാഷ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീറിയിരുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രിങ് അപ്പ്, അവനെ കെട്ടി ഇങ്ങനെ എന്താണ് കെട്ടി തൂക്കിയിട്ടത് കൊണ്ട് അവൻ ഈ പെസൻസിൻ്റെ ചിക്കനെയൊക്കെ മോഷ്ടിക്കാനൊക്കെ കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കാണിക്കുന്ന കുരുത്തക്കേടുകൾക്ക് അവന് ശിക്ഷ കിട്ടിയിരുന്നു. അങ്ങനെ അവൻ്റെ പിൻകാലുകളൊക്കെ കീറിയിരുന്നു. ഹി വാസ് ബീറ്റൺ വിത്ത് ആൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ് എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും അവന് അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവന് എന്താണ് മർദ്ദനമേൽക്കാറുണ്ടായിരുന്നു. കാരണം അവൻ ഇങ്ങനെയുള്ള ഓരോരോ കുരുത്തക്കേടുകൾ കാണിക്കുമായിരുന്നു. പെസൻസിൻ്റെ ചിക്കനെ സ്നാച്ച് ചെയ്യുക, അതേപോലെ ഐസ് ഹൗസിൽ എന്താണ് നുഴഞ്ഞു കയറുക, ഇവയൊക്കെ കൊണ്ട് അവൻ എല്ലാ ആഴ്ചയും തന്നെ മർദ്ദനമേൽക്കാറുണ്ടായിരുന്നു. ബട്ട് ഹി സർവൈവ്ഡ് ഇറ്റ് ഓൾ. പക്ഷേ അവൻ്റെ ഈ മർദ്ദനങ്ങളും എല്ലാം അവൻ സർവൈവ് ചെയ്ത് വന്ന ഒരു ഡോഗാണ് ഈൽ. ഇനി ഫോർത്ത് പാരഗ്രാഫ്. Grandad was probably standing at the gate at this moment, screwing up his eyes to look at the bright red light coming from the church windows, or stamping about his feet felt boots, fooling with the servants. അപ്പോൾ ഗ്രാൻഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ വാങ്ക പിന്നെ ചിന്തിക്കുകയാണ്, ഗ്രാൻഡാഡ് ഈ സമയത്ത് ചിലപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ വാങ്ക ചിന്തിക്കുകയാണ്, ഗ്രാൻഡാഡ് ഈ സമയത്ത് ചിലപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ് ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്. ചിലപ്പോൾ പള്ളിയുടെ വിൻഡോസിൽ കൂടി വരുന്ന ആ ബ്രൈറ്റ് റെഡ് ലൈറ്റിനെ, ആ ബ്രൈറ്റ് ആയിട്ടുള്ള വളരെ ചുവന്ന കളറിലുള്ള ആ പ്രകാശത്തെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഓർ സ്റ്റാമ്പിങ് അബൌട്ട് ഇൻ ഹിസ് ഫെൽറ്റ് ബൂട്ട്സ് ഫൂളിംഗ് വിത്ത് ദ സെർവൻസ്. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ആ കിച്ചൺ സെർവൻസിനെ ഫൂൾ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻഡ് ടു ഹിസ് ബെൽറ്റ്. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ റാറ്റിൽ, കിളുങ്ങുന്ന ശബ്ദമുണ്ടാക്കുന്ന ആ ഒരു ഉപകരണം, വുഡ് ബി ഫാസ്റ്റൻഡ് ടു ഹിസ് ബെൽറ്റ്, അത് ആ ബെൽറ്റിൽ കെട്ടിയിട്ടുണ്ടാകും. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ കോൾഡ്. അപ്പം എന്താണ്, ആ ക്രിസ്മസ് ടൈമിൽ നമുക്കറിയാം നല്ല തണുപ്പുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ he would be throwing out his arms and hugging himself against the cold or with his old man's tittle. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈകൾ രണ്ടും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തണുപ്പത്തിങ്ങനെ കൈ രണ്ടും കോർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവാം. ഓർ വിത്ത് ഹിസ് ഓൾഡ് മാൻസ് ടിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരി. അപ്പോൾ ആ പ്രായമായ വ്യക്തികളുടെ ആ ഒരു ചിരി നമുക്കറിയാം, അതേപോലെ ആ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓർ പിഞ്ചിങ് എ മെയ്ഡ്, അല്ലെങ്കിൽ ഒരു കിച്ചൺ മെയ്ഡ്സിനോട്, അവിടുത്തെ സെർവൻസിനോട് കളി പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കാം. ഓർ വൺ ഓഫ് ദി കുക്സ്, അപ്പോൾ അവിടെ കുക്ക് ചെയ്യുന്ന ആ സ്ത്രീകളോട് അല്ലെങ്കിൽ മെയ്ഡിനോടോ കുശലം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഹാവ് എ നിപ്പ് ഹി വുഡ് സേ ഹോൾഡിങ് ഔട്ട് ഹിസ് സ്നഫ് ബോക്സ് ടു ദ വുമൺ. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടാവും, ഹാവ് എ നിപ്പ്, ഒരു നുള്ളെടുത്തോ എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്നഫ് ബോക്സ് ആ സ്ത്രീകൾക്ക് നേരെ നീട്ടിയിട്ടുണ്ടാവാം. ദ വുമൺ വുഡ് ടേക്ക് എ പിഞ്ച് ആൻഡ് സ്നീസ്. ആ വുമൺ എന്താണ് അതിലൊരു നുള്ളെടുത്തിട്ട്
ചിലപ്പോൾ സ്നീസ് ചെയ്യുന്നുണ്ടാവും. ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ഡിലൈറ്റ് ബ്രേക്കിംഗ് ഔട്ട് ഇൻ ടു ജോളി ലാഫർ ആൻഡ് ഷൗട്ടിങ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവർ എന്താണ് സ്നഫ് ബോക്സിൽ നിന്ന് സ്നഫ് എടുത്ത് സ്നീസ് ചെയ്യുന്നത് കണ്ടിട്ട് അത് കണ്ട് സന്തോഷിച്ച് ചിരിച്ച് ഷൗട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. അപ്പം എന്നിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്ത് പറയുന്നത് ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. അപ്പോൾ തണുപ്പിൽ ഈ എന്താണ് ഈ സ്നഫ് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരിക്കാം. ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവുമായി പാർട്ട് 2 വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.